ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വളരെ സങ്കടകരമായ ഒരു വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ പറയാനിരിക്കുന്ന. വേറൊന്നുമല്ല, നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാ പേർക്കും അറിയാവുന്ന ഒരു ഫാമിലി തന്നെയാണ് നമ്മുടെ ടി ഫാമിലി, അല്ലേ? അപ്പോൾ ടി ഫാമിലി തുടക്കം മുതൽ എന്താണ് ഒരു അമ്മയും മകനും എന്നുള്ളൊരു പേര് തന്നെ മുദ്ര കുത്തി കൊടുത്ത ഒരു ഫാമിലിയാണ് ടി ഫാമിലി. പക്ഷേ ഇതിൽ നിന്നെല്ലാം വളരെയേറെ അവർ വളരെ സോഷ്യൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഒരുപാട് അവരിതെല്ലാം മറികടന്ന് അവരിന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരുപാട് വ്യൂസിൻ്റെയൊക്കെ ഒരുപാട് സപ്പോർട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ് ടി ഫാമിലി. അപ്പോൾ ഇതിനിടയിൽ അവർക്ക് ഒരു പുതിയ അതിഥി കൂടെ വരാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയും ഇതിനോടൊപ്പം അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെമിയെ സംബന്ധിച്ച് ഷെമിയുടെ ഒരു 40 വയസ്സിന് ശേഷമുള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു. അപ്പോൾ അത് തുടക്കം മുതൽക്ക് തന്നെ അത്ര ഒരു സുഖകരമായ റിപ്പോർട്ടുകളൊന്നും തന്നെ അല്ലായിരുന്നു. എങ്കിലും അവരുടേതായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഓരോ ദിവസം അവർ ഹോസ്പിറ്റലിൽ പോകുന്നതും അല്ലെങ്കിൽ ഓരോ ടെസ്റ്റിന് പോകുന്നതും ഒക്കെ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ ആദ്യ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഐഷ. ആ മകളാണെങ്കിലും ഒരു കുഞ്ഞുവാവ ഞങ്ങളുടെ വീട്ടിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ ആ ഒരു രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അടുത്തായിട്ട് ഷെമിയുടെ ആരോഗ്യസ്ഥിതി കുഞ്ഞിൻ്റെയും അത്ര ബെറ്റർ അല്ല. അപ്പോൾ ഡോക്ടേഴ്സ് ഒരു സ്കാനിങ്ങിന് പെട്ടെന്ന് തന്നെ എഴുതുകയും അപ്പോൾ അതിൽ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ അത്ര സുഖകരമായ ഒരു വാർത്തയല്ല. അങ്ങനെ അവരെ അറിയിക്കുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരികയും ഡോക്ടർ അതുമായി സംബന്ധപ്പെട്ട് നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് വളരെ ഡൗണായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മുന്നോട്ട് ഒത്തിരി കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ ഡെലിവറി ഇപ്പോൾ തന്നെ ആക്കണം എന്ന രീതി വരികയും അങ്ങനെ ഷെമി ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഷെഫി വളരെ ദുഃഖകരമായ രീതിയിൽ തന്നെയാണ് ആ പുള്ളിയുടെ അന്നേരത്തെ അവസ്ഥയിൽ ആ വ്യക്തി ഈ സിറ്റുവേഷനൊക്കെ വളരെ തരണം ചെയ്തുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു മാറ്റർ പങ്കുവയ്ക്കുകയും അതിനുശേഷം പിന്നെ ഷെമിയുടെ കുഞ്ഞ് അവരുടെ കുഞ്ഞ് കുറച്ചു നേരം മാത്രമേ അതിന് ജീവൻ നിലനിൽക്കാൻ പറ്റുള്ളൂ, അത് മരണപ്പെടുകയും ചെയ്തു എന്നുള്ള ദുഃഖകരമായ വാർത്തയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഷെമി വളരെയേറെ ദുഃഖിതയായിട്ട് ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ പക്ഷേ ഇതിനെതിരെ ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു, ഈ ഷെബിക്ക് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നു. ഒരു ഭാഗത്ത് അവർക്ക് യാതൊരുവിധ തുടക്കം മുതൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് മുതൽ ഒരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ള രീതിയിൽ ഈ റംദാനിൽ നോമ്പ് പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരും അല്ലാത്തവരും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ ഉണ്ടായ ആ പിഞ്ചു മകൾക്ക് ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്തായാലും. അപ്പോൾ ആ ഒരു ദുഃഖകരമായ അവസ്ഥ അവർക്ക് കടന്ന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതോടൊപ്പം തന്നെ അവരിപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് പഴയതുപോലെ തന്നെ അവർക്ക് ഇനിയും ഈ ഒരു പഴയ ഒരു സന്തോഷത്തോടെ അവർക്ക് വരാൻ വേഗം തന്നെ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഒരു കണക്കിന് ഒരു ഉമ്മ എന്ന രീതിയിൽ ഷെമിയെ സംബന്ധിച്ച് ഒന്ന് റിക്കവറായി വരാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ആ പ്രഗ്നൻസി ആയ ടൈം മുതലുള്ള വീഡിയോസ്, ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ വരെയുള്ള വീഡിയോസും ഷെഫിയും ഒരുപാട് പല സിറ്റുവേഷൻസും അവർ വീഡിയോയും ഷോർട്സും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും മറ്റുമൊക്കെ ആ ഉമ്മ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വളരെ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ ആ മകൾ ആയിഷ ഒരു കുഞ്ഞുവാവ വരാൻ പോകുന്നു എന്നുള്ള കാത്തിരിപ്പിലും ആ കുഞ്ഞുമകളുടെ അവസ്ഥ, ആ ഒരു ദുഃഖം വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാം അള്ളാഹു അതൊരു പൊരുത്തപ്പെടുത്തി എല്ലാം നല്ല രീതിയിലാക്കി അവരുടെ മനസ്സിനെ താങ്ങാൻ പറ്റട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ കോഴിക്കോട് ഈ അടുത്ത് നടന്ന റംസാനിൽ നടന്ന ഒരു സംഭവമാണ്. 8 വയസ്സുള്ളൊരു കുട്ടി സ്കൂൾ
സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും ആ ബസ് പുറകിലോട്ട് എടുത്തപ്പോൾ ആ കുഞ്ഞുമകള് ആ ബസ് തട്ടി ആ റോഡിലോട്ട് വീഴുകയും ആ ബസ് കയറി തന്നെ ആ കുഞ്ഞിന് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. എന്ത് ദുഃഖകരമായ ഒരു കാര്യമാണ് അല്ലേ? ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. മിൻഹ മറിയം എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര്. അപ്പം ഇതുപോലെയുള്ള അവസ്ഥകൾ വരുന്നത് നമ്മൾ മാതാപിതാക്കളും, കാരണം 8 വയസ്സായ ഒരു കുട്ടിക്ക് അറിയില്ല അത് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ബസ് വരുമെന്നോ വണ്ടി വരുമെന്നോ അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ പുറകിലോട്ട് പോകരുതെന്നോ ഈ ഒരു അവസ്ഥകൾ നമ്മുടെ മക്കൾക്കും സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ സ്കൂൾ അധികൃതരും നമ്മൾ മാതാപിതാക്കളും ഒരുപാട് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിൽ വളരെയേറെ കെയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഇതുപോലെയുള്ള ദാരുണമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇനി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മക്കളുടെ ഇങ്ങനെ പിഞ്ചു മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥകളൊക്കെ വരിക അല്ലെങ്കിൽ അതൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ വരാതിരിക്കട്ടെ. ആ മിൻഹ മറിയം എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആ ഉമ്മാക്കും വാപ്പാക്കും അതിൻ്റെ കുടുംബ അംഗങ്ങൾക്കുമെല്ലാം ആ ഒരു മനസ്സിന് അതിൻ്റേതായ ഒരു ധൈര്യവും അവരുടെ ആ ദുഃഖം എത്രയും ഒരു ഇതായി അള്ളാഹു കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ ഷെബിക്കും ടി ഫാമിലിയും എല്ലാ ദുഃഖങ്ങളും അവർ സഹിക്കാനുള്ള ഒരു മനസ്സ് അവർക്കും കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.